കശ്മീർ പഷ്മിന ആടുകളെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കശ്മീരിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണുന്ന പഷ്മിന ആടുകളുടെ വിശദാംശങ്ങൾ നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സാധാരണയായി കശ്മീരി പഷ്മിന ആടുകളെ ചന്താങ്ങി അല്ലെങ്കിൽ പഷ്മിന ആടുകൾ എന്നറിയപ്പെടുന്നു. ഹിമാലയൻ മേഖലയിലെ ലഡാക്ക്, കശ്മീർ, ടിബറ്റ് എന്നിവിടങ്ങളിലെ ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം ആടുകളാണ് പഷ്മിന ആടുകൾ. ഇവയുടെ രോമങ്ങളിൽ നിന്നാണ് ലോകപ്രശസ്തമായ പഷ്മിന നൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ശാരീരിക സവിശേഷതകൾ നോക്കാം. ചെറുതോ മീഡിയം വലിപ്പമോ ഉള്ളവ, ശക്തമായ ശരീരവും ചെറിയ കാലുകളും ചെറിയ തലയുമാണ് ഇവയുടെ പ്രത്യേകത. നീളമുള്ളതും കട്ടിയുള്ളതുമായ രോമങ്ങൾ, പ്രത്യേകിച്ച് ശൈത്യകാലത്ത്. ഇവയുടെ അടിവശത്തെ മൃദുവായ രോമം, അതായത് പഷ്മ എന്നറിയപ്പെടുന്ന മൃദുവായ രോമമാണ് പഷ്മിന നൂലിനായി ഉപയോഗിക്കുന്നത്. വലുതും വളഞ്ഞതോ തിരിഞ്ഞതോ ആയ കൊമ്പുകളും കോൺവെക്സ് ആകൃതിയിലുള്ള മുഖവും ചെറിയ നേർത്ത ചെവികളും ആണ് ഇവയുടെ പ്രത്യേകത. ലഡാക്ക്, ജമ്മുകാശ്മീർ, ടിബറ്റ് എന്നിവിടങ്ങളിലെ 3500 മീറ്ററിന് മുകളിലുള്ള ഉയർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നു. 20 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ താഴുന്ന തീവ്രമായ തണുപ്പിനെ അതിജീവിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. പുൽമേടുകളിൽ മേയുന്ന ഇവ കഠിനമായ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. പഷ്മിന ആടുകളുടെ അടിവശത്തെ മൃദുവായ ചൂടുള്ള രോമമാണ് പഷ്മിന നൂലിന്റെ അസംസ്കൃത വസ്തു. ഒരാടിന് വർഷം തോറും 100 മുതൽ 250 ഗ്രാം പഷ്മ മാത്രമേ ലഭിക്കൂ. ഇത് പഷ്മിനയെ അമൂല്യമാക്കുന്നു. പഷ്മിന രോമം 12 മുതൽ 16 മൈക്രോൺ വ്യാസമുള്ളതാണ്. ഇത് മനുഷ്യന്റെ മുടിയേക്കാൾ വളരെ നേർത്തതാണ്. അതിനാൽ അതിമൃദുവും ഭാരം കുറഞ്ഞതുമാണ്. കഠിനമായ ഹിമാലയൻ പ്രദേശങ്ങളിലെ പുല്ലും മറ്റ് സസ്യങ്ങളും ഭക്ഷിക്കുന്നു. വിശാലമായ മേച്ചിൽ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഇവ ശക്തവും സജീവവുമായ മൃഗങ്ങളാണ്. വിവിധ മേച്ചിൽ സമ്പ്രദായങ്ങളോട് പൊരുത്തപ്പെടുന്നു. പഷ്മിന വ്യവസായം. പഷ്മിന ആടുകളുടെ രോമം കാശ്മീരിലെ പ്രധാന വ്യവസായമാണ്. ഇത് പഷ്മിന തുണിത്തരങ്ങളുടെ അടിസ്ഥാനമാണ്. ഷോൾ, സ്കാർഫ്, മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്കായി പഷ്മിന രോമങ്ങൾ ഉപയോഗിക്കുന്നു. ലഡാക്കിലെ ചന്താങ്ങി ഗോത്രക്കാർ പരമ്പരാഗതമായി ഈ ആടുകളെ വളർത്തുന്നു. ഇത് അവരുടെ ഉപജീവനത്തിന്റെ പ്രധാന ഉറവിടമാണ്.